ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഗുഡ് ആഫ്റ്റർനൂൺ ടു യു ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ബുക്കായ വീട് നമ്മളെങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വീടും പെയിൻറ്റ് ആൻഡ് പോളിഷൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുമല്ല, വീടുകളെന്ന് പറഞ്ഞാൽ ന്യൂ ആണ്, അൺയൂസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ വ്യൂ കാണിക്കുകയാണ്, ഇവിടെ ഫുട്പാത്ത്, പിന്നെ എങ്ങനെ എക്സിറ്റ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രണ്ട് സൈഡ് എക്സിറ്റ് പോകാൻ ഉള്ള വഴിയുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അപ്പുറത്തൊരു വ്യൂ കാണിക്കാം എങ്ങനെ എക്സിറ്റ് പോകുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെയല്ല, അവിടെ അപ്പുറത്തും സൈഡിൽ എക്സിറ്റ് വ്യൂ ഉണ്ട്. അപ്പോൾ ബോത്ത് സൈഡിൽ നമുക്ക് എക്സിറ്റ് വ്യൂ ഉള്ള ഏരിയ ആണ് ഈ വീടുകളൊക്കെ പണിഞ്ഞത്. അപ്പോൾ ഈ വീടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ വീടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറയാം, നമ്പർ ഞാൻ ബിലോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് വ്യൂ വീടിൻ്റെ പുറത്തുള്ളത്. അപ്പോൾ നമ്മൾ കാർ ഷെഡിൽ നിന്ന് തുടങ്ങാം. കാർ ഷെഡിൻ്റെ ടൈൽസൊക്കെ നോക്കി, അത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ചിലവർ ടൈൽസിൽ സ്ലിപ്പാവും. ഇത് നോൺ സ്ലിപ്പറി ടൈലാണ് ഫിക്സ് ആക്കിയിരിക്കുന്നത്. പിന്നെ കാർ ഷെഡിൻ്റെ ലൈറ്റിങ്സൊക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ടാവും. എക്സോസ്റ്റൊക്കെ അത് കിച്ചൻ്റെ ഏരിയയാണ് കാണുന്നത്. ബേസ്ഡ് ഓൺ വാസ്തു പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ വീടും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് വെട്രിഫൈഡ് ടൈൽസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഡോറിൻ്റെ സ്റ്റൈല്. ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഹോമായിട്ടാണ് നമ്മൾ എല്ലാതും ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പെഷ്യലി കണ്ടംപററി ആയിട്ട് മിക്സ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ എല്ലാ വീടും പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് വ്യൂ ഉണ്ടാവും, അതായത് നടക്കാനുള്ള ഏരിയ. അപ്പോൾ തീരെ സ്പേസ് ഇല്ലാന്ന് തോന്നിക്കില്ല, അങ്ങനത്തെ ഒരു വീടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ചെറിയ മണ്ണ് ഭാഗം കണ്ടിട്ടുണ്ടാവും, അത് അവിടെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏരിയ കൊടുത്തേക്കുന്നത്. വാട്ടർ പ്യൂരിഫയർ ഫിക്സ്ഡ് ആവും അവിടെ, ബോത്ത് ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വേസ്റ്റേജ് റിങ്ങും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെയർസ് അവിടെ കാണുന്നു. ഭാവിയിൽ ഇനിയിപ്പോൾ മുകളിൽ റൂംസ് ഉണ്ടാക്കണമെങ്കിൽ അവർക്കായിട്ട് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്റ്റെയർസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇതിപ്പോൾ കാണുന്ന 780 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ബാക്കിൽ കൂടെ കയറാം. അതായത് ഇതിപ്പോൾ സെക്കൻഡ് കിച്ചണാണ്. സെക്കൻഡ് കിച്ചണ് ഒരു ഓപ്ഷനാണ്. അതായത് ചിലവർക്ക് പുകയടുപ്പ് വേണം, ചിലവർക്ക് പുകയടുപ്പ് വേണ്ട. പുകയടുപ്പ് വേണ്ടാത്തവർക്കാണ് ഈ സിങ്ക് പണിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഫസ്റ്റ് കിച്ചണിലേക്ക് കടക്കാം. ഫസ്റ്റ് കിച്ചണിലത്തെ വ്യൂ ആണ് ഇത്. കിച്ചൺ സെറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വിത്ത് ക്രോക്കറിക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷണൽ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇതാണ് കിച്ചണത്തെ ഡോറ്, വിത്ത് ഗ്ലാസ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് കിച്ചൺ സെറ്റ്സ്. മുകളിൽ കബോർഡ്സ് വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എക്സ്ട്രാ സാധനങ്ങൾ വെയിറ്റുള്ള സാധനങ്ങളാണെങ്കിൽ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അവിടെയും സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാളിലോട്ട് കിടക്കാം. ഹാളിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്പേസിലാണ് കാണുന്നത്. അതായത് ഡൈനിങ് വിത്ത് ഹോളാണ് ഇത്. ഡൈനിങ് സെറ്റ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ വാഷിംഗ് ബേസിൻ. ഡൈനിങ് സെറ്റിൻ്റെ അപ്പുറത്തായിട്ടാണ് വാഷിംഗ് ബേസിൻ പണിഞ്ഞിരിക്കുന്നത്. ഡൈനിങ് സെറ്റ്സ് പിന്നെ സോഫ ഒക്കെ അവിടെ ഇൻക്ലൂഡഡ് ആവും. സെമി ഫേർണിഷ്ഡ് വീടാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് മെയിൻ എൻട്രൻസിൻ്റെ ഡോറ്. മുകളിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്, വിത്ത് ഫാൻ ഇൻക്ലൂഡഡ് ഇൻ ബോത്ത് ദ ബെഡ്റൂംസ്. ഇത് 2 ബെഡ്റൂം ഹോംസ് ആണ്. അപ്പോൾ ഇതൊരു ബെഡ്റൂമിനാണ്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഞാൻ കാണിച്ചു തന്നിട്ടില്ല, ഹാങ് ഓൺ. ഇപ്പോൾ കാണിക്കുന്നതാണ് ഈ ഡൈനിങ് സെറ്റിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ടൊരു ബെഡ്റൂമുണ്ട്, അതിൻ്റെ ബാത്റൂമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്, വിത്ത് ലൈറ്റിങ്സ്. പിന്നെ ഷവർ ബാത്റൂംസാണ് എല്ലായിടത്തും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മെയിൻ എൻട്രൻസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. വ്യൂ ഇപ്പോൾ കാണിക്കും. കബോർഡ്സൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് മെയിൻ എൻട്രൻസ് അവിടെ നിന്ന് കാണുന്നത്. നമുക്കിനി ബാത്റൂമിലോട്ട്
ഇട്ട് കിടക്കാം. അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ബാത്റൂം ചെയ്യുന്ന പോലെ നമ്മൾ ഷവർ, പിന്നെ മിറർ, ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, എക്സോസ്റ്റ് ഫാൻ ഒക്കെ, വാഷിംഗ് ബേസിൻ, ടോയ്ലറ്റ്സ് ഒക്കെ. മിറർ ഓൾ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇനി നമ്മൾ മെയിൻ എൻട്രൻസിനൂടെ നമുക്ക് എങ്ങനെ പുറത്തത്തെ വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഡോറൊന്ന് തുറന്ന് ഇതാണ് മെയിൻ വ്യൂ. അപ്പുറത്തോട്ടുള്ള വീടും ഗേറ്റ് കമ്മ്യൂണിറ്റിയുള്ള വീടാണ് എല്ലായിടത്തും. അപ്പോൾ ഒരു തെങ്ങുണ്ട് ഈ വീടിന്. അപ്പോൾ ഇതാണ് കാർ ഷെഡ്, ഇൻ്റർലോക്ക്ഡ് വീടാണ്. പിന്നെ അതുമല്ല നമ്മൾ മുകളിൽ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ വ്യൂ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ എക്സിറ്റ് പോകാനുള്ള വഴിയുണ്ടോ, കാർ പോകാനുള്ള ഏരിയ ആണോ, എത്ര കാർ പാർക്ക് ചെയ്യാനുള്ള വർക്ക് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം, 9744493906 അല്ലെങ്കിൽ 9846617957. താങ്ക് യു.